പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഞാൻ എൻ്റെ ഒരു പുതിയ ടോക്കിലോട്ട് കടക്കുകയാണ്. ഇന്നത്തെ എൻ്റെ വിഷയം എന്ന് പറയുന്നത് നമ്മുടെ സമ്പത്ത് നമുക്ക് മാത്രമുള്ളതാണോ എന്നതാണ്. സ്വാർത്ഥത നിറഞ്ഞ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ ആരും ആരെയും കുറിച്ച് വിചാരപ്പെടുകയോ കരുതുകയോ ചെയ്യാതിരിക്കുന്നത് സാധാരണയാണ്. എന്നാൽ ദൈവവചനപ്രകാരം ധാരാളമുള്ളവർ ഇല്ലാത്തവനും കൂടെ കൊടുക്കണമെന്നാണ് വ്യവസ്ഥ. കൊടുക്കുന്ന കാര്യത്തിൽ മറ്റുള്ളവരെ വിധിക്കാൻ നാം സമർത്ഥരാണ്. എന്നാൽ നാം നമ്മെ തന്നെ എപ്പോഴെങ്കിലും വിധിക്കാറുണ്ടോ എന്ന് ഈ സമയം ചിന്തിക്കാം. രണ്ടുള്ളവൻ ഇല്ലാത്തവന് ഒന്ന് കൊടുക്കാൻ യേശു തമ്പുരാൻ പഠിപ്പിച്ചു. വചനം ഇപ്രകാരം പറയുന്നു: നന്മ ചെയ്യുവാൻ പ്രാപ്തി ഉള്ളപ്പോൾ അതിന് യോഗ്യന്മാരായിരിക്കുന്നവർക്ക് ചെയ്യാതിരിക്കരുത്. നിനക്കും നിന്റെ കുടുംബത്തിനും തന്നിട്ടുള്ള എല്ലാ നന്മയിലും നീ സന്തോഷിക്കുന്നതിനോടൊപ്പം ലേവ്യനും നിങ്ങളുടെ മധ്യയുള്ള പരദേശിയും അനാഥനും വിധവയും എന്നിവരും കൂടി സന്തോഷിക്കണമെന്ന് വചനം അനുശാസിക്കുന്നു. നമുക്ക് തൃപ്തിപ്പെടാൻ കഴിയാത്ത ഉപദേശമാണിത് എന്ന് തോന്നുന്നവർ കാണും. ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയത് അല്ലെങ്കിൽ ദൈവം എനിക്ക് നൽകിയ നന്മകൾ ഞാനും എൻ്റെ കുടുംബവും മാത്രം അനുഭവിക്കാൻ അവകാശപ്പെട്ടതാണ് എന്നല്ലേ നമ്മിൽ പലരുടെയും ചിന്ത. പിന്നെ വല്ല ദാനധർമ്മങ്ങളിലും പേര് വരാൻ സാധ്യത ഉള്ളിടത്ത് ചിലപ്പോൾ ചെറിയ തോതിൽ കൈയൊന്ന് തുറന്നെന്ന് വരും. അതിൽ കവിഞ്ഞ് ചിലതൊക്കെ ചെയ്യണമെന്നാണ് ഈ ചിന്തയിൽ കൂടി കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്. കൊടുക്കുന്നവർ സന്തോഷത്തോടെ കൊടുക്കണം. അവരെ ദൈവം സ്നേഹിക്കും. പഴയ നിയമകാലത്ത് ദരിദ്രനായ സഹോദരന് ധനികനായ സഹോദരൻ കൊടുത്തേ മതിയാകൂ എന്ന നിർബന്ധമുണ്ടായിരുന്നു. കൊടുക്കുമ്പോൾ ഹൃദയത്തിൽ വ്യസനം തോന്നരുത്. നിന്റെ ദൈവമായ യഹോവ നിന്റെ സകല പ്രവൃത്തികളിലും സകല പ്രയത്നത്തിലും അത് നിമിത്തം നിന്നെ അനുഗ്രഹിക്കും. അഗതിയും ദരിദ്രനുമായ നിന്റെ സഹോദരന് നിന്റെ കൈ മനസ്സോടെ തുറന്ന് കൊടുക്കണം. നമ്മുടെ കൊടുക്കൽ വാങ്ങലിൽ നാം എപ്രകാരമായിരിക്കുന്നു എന്ന് ഒന്ന് വിലയിരുത്താം. ദരിദ്രരോട് ദയ കാണിക്കുന്നതിൽ നാം എത്രത്തോളം എത്തിയിട്ടുണ്ട്? വചനം ഇപ്രകാരം പറയുന്നു: നിന്റെ അപ്പത്തെ വെള്ളത്തിന്മേൽ എറിയുക, ഏറിയ നാൾ കഴിഞ്ഞിട്ട് നിനക്ക് അത് കിട്ടും. നമ്മുടെ ഒപ്പത്തിനൊപ്പമോ അതിലുപരി നിലവാരമുള്ളവരെയോ വിളിച്ചുകൂട്ടി സന്തോഷിക്കുമ്പോൾ നിന്റെ മധ്യയുള്ള എളിയവനെയും ദരിദ്രനെയും മറക്കാതിരിക്കുക. അവരും നിന്റെ നന്മയ്ക്ക് അവകാശികളാണെന്ന് തിരിച്ചറിയുക. വചനം വളരെ വ്യക്തമായി പറയുന്നു: എളിയവനെ ആദരിക്കുന്നവൻ ഭാഗ്യവാനാണ്. കൊടുക്കുന്നത് കൊണ്ട് കുറയുന്നില്ല. ഒരുത്തൻ വാരി വിതറിയിട്ടും വർദ്ധിച്ചു വരുന്നു. മറ്റൊരുത്തൻ ന്യായവിരുദ്ധമായി ലോഭിച്ചിട്ടും ഞെരുക്കമേ ഉള്ളൂ. ദൈവനാമത്തിനു വേണ്ടി കൊടുക്കുന്നതിലും ചെലവിടുന്നതിലും നാം ഉത്സാഹികളായിരിക്കേണ്ടതാണ്. ദശാംശം മുഴുവനും ആലയത്തിന്റെ ഭണ്ഡാരത്തിലേക്ക് കൊണ്ടുചെല്ലണം. അങ്ങനെ ചെയ്യുന്നവരുടെ മേൽ ആകാശത്തിന്റെ കിളിവാതിലുകളെ തുറന്ന് സ്ഥലം പോരാതെ വരുവോളം അനുഗ്രഹം പകരുകയില്ലയോ എന്ന് പരീക്ഷിച്ചു നോക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. ജോലി ചെയ്യാനും സമ്പാദിപ്പാനും ആയുസ്സും ആരോഗ്യവും തരുന്നത് ദൈവമാണ്. സ്വന്തം അധ്വാനം കൊണ്ട് നാം ദൈവം തരുന്നതിനോട് ഒന്നും കൂട്ടുന്നില്ല. ദരിദ്രനെ സഹായിക്കുന്നവൻ യഹോവയ്ക്ക് വായ്പ കൊടുക്കുന്നു എന്നാണ് വചനം പറയുന്നത്. നമ്മുടെ ദൈവം ആർക്കും കടക്കാരനാകുകയില്ല. ഇത്രയും നേരം ഞാൻ പറഞ്ഞതിന്റെ രത്ന ചുരുക്കം ഇതാണ്: നമ്മുടെ സമ്പത്ത് നമുക്ക് മാത്രമുള്ളതല്ല എന്നാണ് ബൈബിൾ പറയുന്നത്.
നമുക്ക് ധാരാളം സമ്പത്ത് ഉണ്ടെങ്കിൽ നമ്മൾ പാവങ്ങളെ തീർച്ചയായും സഹായിച്ചിരിക്കണം എന്ന് ബൈബിൾ ഊന്നി ഊന്നി പറയുന്നുണ്ട്. നമ്മൾ ദാനധർമ്മം ചെയ്യുവാണെങ്കിൽ അതിന്റെ ഗുണങ്ങൾ എന്തെല്ലാമെന്ന് ഞാൻ പറയാം. ഒന്നാമതായി, ദാനധർമ്മം ചെയ്യുന്നവന് ഒരു കാരണവശാലും ദാരിദ്ര്യം അനുഭവിക്കേണ്ടതായി വരികയില്ല. നമ്മളൊരു പാവപ്പെട്ടവനെ സഹായിക്കുമ്പോൾ നമ്മൾ ദൈവത്തിന് വായ്പ കൊടുക്കുകയാണ് എന്നാണ് ബൈബിൾ പറയുന്നത്. അതുകൊണ്ട് ദാനധർമ്മം ചെയ്യുന്നത് ദൈവത്തിന് വായ്പ കൊടുക്കുന്നത് ആയതുകൊണ്ട് ദൈവം അത് 4-5 ഇരട്ടിയായിട്ട് നമുക്ക് തിരികെ തരും എന്ന് ഉറപ്പാണ്. അതുപോലെ ദാനധർമ്മം മൃത്യുവിൽ നിന്ന് രക്ഷിക്കുന്നു എന്ന് ബൈബിൾ വളരെ വ്യക്തമായി പറയുന്നു. അതുപോലെ തന്നെ ദാനധർമ്മം ആപത്തുകളെ തടയും എന്ന് ബൈബിൾ വചനമുണ്ട്. അത് മറ്റൊരു ദാനധർമ്മം ചെയ്യുന്നതിന്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാല്, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾ സ്വർഗത്തിലോട്ട് കയറിപ്പോണെങ്കിൽ നമുക്ക് ദാനധർമ്മം എന്ന പുണ്യം ആവശ്യമാണ്. നമ്മൾ ധാരാളം ദാനധർമ്മം ചെയ്ത് കൂട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ആ പുണ്യത്തിൽ നിന്ന് ദൈവം ഈടാക്കിയിട്ട് നമ്മുടെ മരിച്ചുപോയവരെ, വേണ്ടപ്പെട്ടവരെ, നമ്മൾ പ്രാർത്ഥിക്കുന്ന ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ ദൈവം സ്വർഗത്തിലോട്ട് കൊണ്ടുപോകും. അതുകൊണ്ട് ധാരാളം ദാനധർമ്മം ചെയ്യുകയാണ് എപ്പോഴും നല്ലത്. അതുപോലെ തന്നെ ദാനധർമ്മം നമ്മൾ ധാരാളം ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലും ധാരാളം നന്മകൾ ദൈവം തരും എന്ന് ഉറപ്പാണ്. ചിലര് പറയാറുണ്ട്, ദാനധർമ്മം ചെയ്തു കഴിഞ്ഞാല് നമ്മുടെ സമ്പത്ത് കുറഞ്ഞു പോവുകയില്ല എന്ന്. അങ്ങനെയുള്ളവരോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, നിങ്ങൾ ഒരു വർഷത്തേക്ക് നിങ്ങൾ പാവങ്ങളെ അറിയിക്കുന്ന പാവങ്ങൾക്ക് ദാനധർമ്മം ചെയ്ത് നോക്ക്. എന്നിട്ട് ആ ഒരു വർഷം അവസാനമായി കഴിയുമ്പോൾ നിങ്ങളുടെ സമ്പത്ത് ഒന്ന് കൂട്ടി നോക്ക്. അപ്പൊ സമ്പത്ത് കൂടുകയാണോ കുറയുകയാണോ ചെയ്തതെന്ന് നിങ്ങൾക്ക് തന്നെ വ്യക്തമാകും. അതുകൊണ്ട് ദാനധർമ്മം ചെയ്യണം എന്ന് തന്നെയാണ് ബൈബിൾ വളരെ വ്യക്തമായി പറയുന്നത്. ദാനധർമ്മം ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ പാവങ്ങൾക്ക് അത് ഒരു കണക്കായിട്ട്, നമ്മുടെ പാവങ്ങൾക്കും അത് കണക്കായിട്ടിട്ട് ദൈവം നമ്മുടെ പാവങ്ങളെ മോചിക്കുമെന്ന് ബൈബിൾ പറയുന്നു. അതുകൊണ്ട് ഇതുപോലെ ഒത്തിരി നന്മകളുള്ള ഒരു പുണ്യപ്രവൃത്തിയാണ് ദാനധർമ്മം എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ സ്വത്ത് നമുക്ക് മാത്രമുള്ളതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്വത്ത് നമുക്ക് മാത്രമുള്ളതല്ല എന്നാണ് ബൈബിൾ പറയുന്നത്. അതുകൊണ്ട് നമ്മൾ പാവപ്പെട്ടവരെ സഹായിക്കാനും അതുപോലെ തന്നെ അറിയിക്കുന്ന പാവങ്ങൾക്ക് നമ്മൾ കൈ തുറന്ന് കൊടുക്കാനും നമുക്ക് ഇനി മുതൽ തയ്യാറാവാം. ഇതുവരെ നിങ്ങൾ ദാനധർമ്മം ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് ഒരു വർഷത്തേക്ക് നിങ്ങളൊന്ന് ദാനധർമ്മം ചെയ്തു നോക്കൂ. നിങ്ങളുടെ സമ്പത്ത് ഒരു 4-5 ഇരട്ടിയായിട്ട് വർദ്ധിക്കുന്നതായി കാണാം. അതുപോലെ തന്നെ മറ്റ് ദാനധർമ്മം ചെയ്യേണ്ട മറ്റൊരു മേഖലയാണ് നമ്മൾ സുവിശേഷം പ്രസംഗിക്കുന്നവരെ അതുപോലെ വചനം പറയുന്നവരെയൊക്കെ സഹായിക്കുക, ദൈവത്തിന്റെ ആൾക്കാരെയൊക്കെ നമ്മൾ സഹായിക്കുക എന്നുള്ളത്. അതുകൊണ്ട് നിങ്ങൾക്ക് ദാനധർമ്മം ചെയ്യാൻ പാവങ്ങൾക്ക് മാത്രമല്ല, ദൈവവചനം പ്രഘോഷിക്കുന്നവർക്കും അതുപോലെയുള്ള വചനം ശുശ്രൂഷിക്കുന്നവർക്കും ദാനധർമ്മം ചെയ്യുന്നത് വളരെ നല്ലതാണ്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് നിങ്ങൾക്ക് കൊടുക്കാം. ഞാൻ ബൈബിൾ അടിസ്ഥാനത്തിൽ ദൈവത്തിന്റെ അഭിഷിക്തർക്ക് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അത് 4-5 ഇരട്ടിയായിട്ട് തിരികെ കിട്ടും എന്നാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് അതും ഒന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. അതുപോലെ തന്നെ ദാനധർമ്മം ചെയ്യാൻ പാവങ്ങൾക്കാണെങ്കിൽ ദാനധർമ്മം ചെയ്യാൻ താല്പര്യമെങ്കിൽ നിങ്ങൾ പാവങ്ങൾക്ക് ദാനധർമ്മം ചെയ്യുക. എന്തായാലും ആർക്ക് കൊടുത്താലും, ദൈവിക ശുശ്രൂഷയ്ക്ക് കൊടുത്താലും പാവങ്ങൾക്ക് കൊടുത്താലും നിങ്ങൾക്ക് അതൊരു 4-5 ഇരട്ടിയായിട്ട് തിരികെ ദൈവം തരും എന്ന്, ഈ ഭൂമിയിൽ വെച്ച് തന്നെ ദൈവം തരും എന്ന് ഉറപ്പാണ്. അതുപോലെ തന്നെ ആ ദാനധർമ്മത്തിന്റെ പുണ്യങ്ങൾ കൊണ്ട് നമ്മൾ മരിച്ചു കഴിയുമ്പോൾ നമ്മുടെ പാവങ്ങൾക്ക് അത് കണക്കിട്ട് നമ്മുടെ പാവങ്ങൾ മോചിച്ച് നമ്മളെ സ്വർഗത്തിലോട്ട് കൊണ്ടുപോകാനും ഈ ദാനധർമ്മം ഉപകരിക്കും. അതുകൊണ്ട് ഇന്നു മുതൽ നമുക്ക് അറിയിക്കുന്നവർക്ക് ദാനധർമ്മം ചെയ്യാൻ തുടങ്ങാം. ഇനി നിങ്ങൾ ഇതുവരെ ദാനധർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ തുടർന്നും നമുക്ക് ദാനധർമ്മം ചെയ്യാം. ഇന്നത്തെ എൻ്റെ ടോക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. കൂടുതൽ കാര്യങ്ങൾ ഞാൻ എൻ്റെ അടുത്ത ടോക്കിൽ പറഞ്ഞുകൊള്ളാം. നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്കാരം.